പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ക്ലാസ് 6ൻ്റെ ചാപ്റ്റർ 2 പേജ് നമ്പർ 23 ഫിഗർ ഇറ്റ് ഔട്ടാണ്. അപ്പോൾ ഇതിന് മുമ്പ് കമ്പയറിങ് ആംഗിൾസ് എന്നുള്ള പോർഷൻ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. അതേപോലെ നിങ്ങൾ പ്ലേലിസ്റ്റിൽ പോയിട്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് കാണാൻ പറ്റും കേട്ടോ. വീഡിയോ മെയ്ഡ് ഫോർ കിഡ്സ് ആയതുകൊണ്ട് എൻ്റെ സ്ക്രീൻ കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വീഡിയോ കാണണമെങ്കിൽ പ്ലേലിസ്റ്റിലാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് കാണാൻ പറ്റുമേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. Fold a rectangular sheet of paper, then draw a line along the fold created. Name and compare the angles formed between the fold and the sides of the paper. Make the different angles by folding a rectangular sheet of paper and compare the angles which is largest and the smallest angle you made. അപ്പോൾ ഒരു റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ ഫോൾഡ് ചെയ്തിട്ട് അതിലൊരു ലൈൻ ഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കവിടെ ആംഗിൾസ് കിട്ടും. ആ ആംഗിൾസ് പേപ്പറിൻ്റെ സൈഡും നമ്മൾ നോക്കിയ ഫോംഡ് ബിറ്റ്വീൻ ഫോൾഡ് ആൻഡ് ദി സൈഡ്സ് ഓഫ് പേപ്പർ. പേപ്പറിൻ്റെ സൈഡുകളും ആ ഫോൾഡിൻ്റെയും ഇടയ്ക്കുണ്ടാകുന്ന ആംഗിൾസിനെ കമ്പയർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അതിനെ നെയിം ചെയ്യാനും പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫിഗർ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്കിതിന് ഒന്ന് നെയിം കൊടുക്കാം. ദിസ് ഈസ് എ, ബി, സി, ഡി, ഇ, എഫ് ഇങ്ങനെ ഞാൻ പേര് കൊടുത്തു. അപ്പോൾ ഇവിടെ നമുക്ക് ഫോൾഡ് ചെയ്തപ്പോൾ ഈ ഫോൾഡും പേപ്പറിൻ്റെ സൈഡുകളും തമ്മിലുള്ള ആംഗിളിൻ്റെ കാര്യമാണ് പറഞ്ഞത് കേട്ടോ. ഇവിടെയൊക്കെ ആംഗിളുണ്ട്, അത് നോക്കാൻ നമ്മളോട് പറഞ്ഞിട്ടില്ല. ഏത് ആംഗിൾ നോക്കാനാണ് പറഞ്ഞത്? കമ്പയർ ദി ആംഗിൾ ഫോംഡ് ബിറ്റ്വീൻ ദ ഫോൾഡ് ആൻഡ് ദി സൈഡ്സ് ഓഫ് പേപ്പർ. പേപ്പറിൻ്റെ സൈഡുകളും ഫോൾഡിൻ്റെയും ബിറ്റ്വീനുള്ള ആംഗിൾസ് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഏതൊക്കെ ആംഗിൾ വരും? ഈ സൈഡും ഈ ഫോൾഡിൻ്റെയും ബിറ്റ്വീൻ ഈ ഒരു ആംഗിളുണ്ട്, ഈ ഒരു ആംഗിളുണ്ട്, ഈ ആംഗിളുണ്ട്, ഈ ആംഗിളുണ്ട്. അപ്പോൾ ഇതിൽ ലാർജസ്റ്റ് ഏതാണ് സ്മോളസ്റ്റ് ഏതാണ് എന്ന് പറയാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ നോക്കിയേ, ഇവിടെ ഏതൊക്കെ ആംഗിളുണ്ട്? ആംഗിൾ എ ഇ എഫ്, എ ഇ എഫും പിന്നെന്തുണ്ട്? ബി എഫ് ഇ ഉണ്ട്, ഡി ഇ എഫ് ഉണ്ട്, സി എഫ് ഇ ഉണ്ട്. 4 ആംഗിളുകളുണ്ട്. അപ്പോൾ സൂപ്പർ ഇമ്പോസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റും ഏതൊക്കെ ആംഗിളാണ് ഗ്രേറ്റർ ഏതൊക്കെയാണ് സ്മോളർ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ചെയ്യാതെ തന്നെ നമുക്കിവിടെ നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും അല്ലേ. നോക്കിയേ, ഈ ആംഗിളുകൾ സെപ്പറേറ്റ് ഞാൻ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാമേ. ആംഗിൾ എ ഇ എഫ്, എ ഇ എഫ് ഇങ്ങനെ വരുന്ന ആംഗിളാണ് ആംഗിൾ എ ഇ എഫ്, എ ഇ എഫ്. ഇനി ആംഗിൾ ഡി ഇ എഫ് എന്ന് പറയുന്നതോ ഇങ്ങനെ വരുന്ന ആംഗിളാണ് അല്ലേ, ഡി ഇ എഫ്. അപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ ഇതിൽ ഏതാണ് ഗ്രേറ്റർ? ആംഗിൾ എ ഇ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഡി ഇ എഫ് അല്ലേ. ആംഗിൾ എ ഇ എഫ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഡി ഇ എഫ്. നിങ്ങൾ വേണമെങ്കിൽ വേർഡ്സിൽ ഈസ് ഗ്രേറ്റർ ദാൻ എഴുതിയാലും കുഴപ്പമില്ല കേട്ടോ. ഇനി അടുത്ത 2 ആംഗിളുകളാണ് ആംഗിൾ ബി എഫ് ഇ. അതെങ്ങനെയാണ് വരിക? ഇങ്ങനെ വരുന്ന ആംഗിളാണ്, ഇതാണ് ആംഗിൾ ബി എഫ് ഇ. അടുത്തത് സി എഫ് ഇ. എങ്ങനെ വരുന്ന ആംഗിളാണ്? ഈ ആംഗിളാണ് ആംഗിൾ സി എഫ് ഇ. ഇതിലേത് ആംഗിളാണ് വലുത്? ആംഗിൾ നോക്കുന്നത് ഇവിടെയാണ് അല്ലേ. അപ്പം ഈ ആംഗിള് ഇത്രയേ ഉള്ളൂ, പക്ഷേ ഇത് ഇച്ചിരി കൂടെ വൈഡർ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഏതാണ് ഗ്രേറ്റർ ആംഗിൾ? ആംഗിൾ സി എഫ് ഇ അല്ലെങ്കിൽ ഇ എഫ് സി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല കേട്ടോ. ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ബി എഫ് ഇ അല്ലേ. ബി എഫ് ഇയെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് ആംഗിൾ സി എഫ് ഇ. ഇനി ഇതേപോലെ വേറൊരു റെക്റ്റാങ്കുലർ ഷീറ്റ് ഓഫ് പേപ്പർ എടുത്തിട്ട് നിങ്ങൾ തന്നെ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ വേണമെങ്കിൽ ഒരെണ്ണം ചെയ്ത് നോക്കാം. ജസ്റ്റ് ഒരെണ്ണം വേണമെങ്കിൽ ഞാൻ ഇങ്ങോട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ.
അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കിൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ഫോൾഡ് ചെയ്യുന്നു. അപ്പോൾ ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇതിനെ ഫോൾഡ് ചെയ്യുന്നു. ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഇവിടെ ഇത് മുകളിലത്തെ പോലെ തന്നെ ആംഗിൾസ് ഫോം ആയിട്ടുണ്ടല്ലേ. അപ്പോൾ ഏതൊക്കെയാണ്? ഇവിടെ ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്, ഇവിടെ ഒരു ആംഗിളുണ്ട്. അപ്പോൾ നമുക്ക് പേര് കൊടുക്കാം എൽ, എം, എൻ, ഒ, ഇത് പി, ഇത് ക്യു. അപ്പോൾ ഏതൊക്കെ ആംഗിൾ വരും? ആംഗിൾ എൽ പി ഇങ്ങനെ ഇങ്ങോട്ട് വരച്ച് കാണിക്കാം. ഇങ്ങനെ വരും ഒരു ആംഗിള്. ഇതാണ് എൽ പി ക്യു. അടുത്ത ആംഗിൾ ഏതാണ്? എം പി ക്യു. അത് ഇങ്ങനെ വരും, എം പി ക്യു. അപ്പോൾ ഈ ആംഗിളാണോ ഗ്രേറ്റർ? ഇതാണ് കുറച്ചുകൂടെ വൈഡറായിട്ടുള്ള ആംഗിൾ. അപ്പോൾ ആംഗിൾ എൽ പി ക്യു ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എം പി ക്യു ഇല്ലേ? നമുക്ക് ആംഗിൾ ഏതാണോ വൈഡർ അതായിരിക്കും ഗ്രേറ്റർ. ഇവിടെ ഏതാണ് ഗ്രേറ്റർ? ഒന്ന് പി ക്യു എൻ, ഈ ആംഗിളാണ്. അടുത്തത് ഒ ക്യു പി. വൈഡറായിട്ടുള്ള ആംഗിൾ ഏതാണ്? ഇതാണ് വൈഡറായിട്ടുള്ള ആംഗിൾ. മറ്റേ ആംഗിൾ ചെറിയ ആംഗിളാണ് അല്ലേ? അപ്പോൾ ഏത് ആംഗിളാണ്? പി ക്യു എൻ ആണ് ഗ്രേറ്റർ. അപ്പോൾ അങ്ങനെ നിങ്ങൾ പേപ്പർ എടുത്ത് ഫോൾഡ് ചെയ്തിട്ട് മാർക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ഈച്ച് കേസ് ഡിറ്റർമിൻ വിച്ച് ആംഗിൾ ഈസ് ഗ്രേറ്റർ ആൻഡ് വൈ. അപ്പോൾ ആംഗിൾ എ ഒ ബി ഏത് ആംഗിളാണ്? ഈ ഫുൾ ആംഗിളാണ് ആംഗിൾ. ഇത്രയും വരുന്ന ആംഗിളാണ് ആംഗിൾ എ ഒ ബി. പിന്നെന്താ? ഓർ എക്സ് ഒ വൈ, അതേത് ആംഗിളാണ്? എക്സ് ഒ വൈ. ഈ ആംഗിളാണ് ആംഗിൾ എക്സ് ഒ വൈ എന്ന് പറയുന്നത്. ഇതിലേതാണ് ഗ്രേറ്റർ വൈ എന്ന് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടല്ലേ. ഏതാണ് ഗ്രേറ്റർ? ആംഗിൾ എ ഒ ബി ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എക്സ് ഒ വൈ. ബിക്കോസ് എന്തുകൊണ്ടാണ്? എക്സ് ഒ വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആംഗിൾ എ ഒ ബി. ആംഗിൾ എ ഒ ബിക്കകത്താണ് ആംഗിൾ എക്സ് ഒ വൈ വന്നിട്ടുള്ളത് അല്ലേ? അപ്പോൾ ഒരു ആംഗിളിൻ്റെ അകത്താണ് അടുത്ത ആംഗിൾ. അപ്പോൾ ഇതാണ് ആംഗിൾ എ ഒ ബി, ഇത് ആംഗിൾ എക്സ് ഒ വൈ. അപ്പോൾ ഈ ആംഗിള് ഈ വലിയ ആംഗിളിൻ്റെ അകത്താണ് അല്ലേ? അല്ലെങ്കിൽ ആംഗിൾ എ ഒ ബിയുടെ അകത്താണ്. അപ്പോൾ ഏതാണ് വലിയ ആംഗിൾ? ആംഗിൾ എ ഒ ബി ഈസ് ഗ്രേറ്റർ. അപ്പോൾ ഫസ്റ്റ് വണ്ണിൻ്റെ ആൻസർ നമുക്ക് എന്തെഴുതാം? ഏടത് ആംഗിൾ എ ഒ ബി ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എക്സ് ഒ വൈ. എക്സ് ഒ വൈയെക്കാട്ടിൽ ഗ്രേറ്റർ ആണ് ആംഗിൾ എ ഒ ബി. റീസൺ എന്തെഴുതാം? ബിക്കോസ് ആംഗിൾ എക്സ് ഒ വൈ ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആംഗിൾ എ ഒ ബി. ഇനി അടുത്തത് ആംഗിൾ എ ഒ ബി ഓർ ആംഗിൾ എക്സ് ഒ ബി. അതേതൊക്കെയാണ് വരുന്നത്? ആംഗിൾ എ ഒ ബി ഇത് തന്നെ വരും. എക്സ് ഒ ബി എന്ന് പറയുന്നത് ഈ മൊത്തം ആംഗിൾ വരും. എക്സ് ഒ ബി ഇത്രയും വലിയ ആംഗിൾ വരും അല്ലേ? ഇവിടെയും എ ഒ ബിക്ക് അകത്ത് തന്നെയാണ് ആംഗിൾ എക്സ് ഒ ബി ഉള്ളത്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ആംഗിൾ എ ഒ ബി ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എക്സ് ഒ ബി. എ ഒ ബി ഓപ്പൺ വൈഡർ ദാൻ ആംഗിൾ എക്സ് ഒ ബി എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ രണ്ടാമത്തത് ആംഗിൾ എ ഒ ബി ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എക്സ് ഒ ബി. റീസൺ എന്താണ്? ബിക്കോസ് ആംഗിൾ എ ഒ ബി ഓപ്പൺസ് വൈഡർ ദാൻ ആംഗിൾ എക്സ് ഒ ബി. മുകളിലത്തതിനും ഈ റീസൺ തന്നെ വേണമെങ്കിൽ എഴുതാം. ആംഗിൾ എ ഒ ബി ഓപ്പൺ വൈഡർ ദാൻ ആംഗിൾ എക്സ് ഒ വൈ. എങ്ങനെ എഴുതിയാലും ആൻസർ കറക്റ്റ് ആയിരിക്കും കേട്ടോ. അടുത്തത് ആംഗിൾ എക്സ് ഒ ബി. എക്സ് ഒ ബി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. അടുത്തത് എക്സ് ഒ സി. എക്സ് ഒ സി അതും ഏത് തന്നെയാണ്? ഈ ആംഗിൾ തന്നെയാണ്. അതായത് ഒ സിയിലുള്ള ഒരു പോയിൻ്റാണ് പോയിൻ്റ്
ബി എന്ന് പറയുന്നത് അല്ലേ. സെയിം റേയിലാണ് ഒ ബിയും ഒ സിയും ഉള്ളത്. അപ്പോൾ എക്സ് ഒ ബി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, എക്സ് ഒ സി എന്ന് പറയുന്ന ആംഗിളും സെയിം തന്നെയാണ്. അപ്പോൾ രണ്ടും എന്താണ്, ഈക്വലാണ്. സി ആംഗിൾ എക്സ് ഒ ബി ഇസ് ഇക്വൽ ടു ആംഗിൾ എക്സ് ഒ സി, രണ്ടും ഈക്വലാണ്. അപ്പോൾ എന്ത് പറയാം, ബോത്ത് ആംഗിൾസ് are formed by the same rays. അല്ലേ, രണ്ടിനും സെയിം റേസ് തന്നെയാണുള്ളത്. എക്സ് ഒ ബിയും എക്സ് ഒ സിയിലും രണ്ടിലും സെയിം റേ തന്നെയാണുള്ളത്. അതുകൊണ്ട് രണ്ട് ആംഗിൾസും ഈക്വലാണ്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആംഗിൾ ഈസ് ഗ്രേറ്റർ, ആംഗിൾ എക്സ് ഒ വൈ ഓർ ആംഗിൾ എ ഒ ബി, ഗിവ് റീസൺ. ആംഗിൾ എക്സ് ഒ വൈ ഓർ എ ഒ ബി, ഇതാണ് ആംഗിൾ എക്സ് ഒ വൈ. എ ഒ ബി എന്ന് പറയുന്നത് ഈ ആംഗിളാണ്. ഏതാണ് ഗ്രേറ്റർ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയേ, എക്സ് ഒ വൈ നമുക്ക് മാറ്റി ഇങ്ങോട്ടൊന്ന് വരച്ച് നോക്കാം. ഇതാ എക്സ് ഒ വൈ എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്, ആംഗിൾ എ ഒ ബി എന്ന് പറയുന്ന ആംഗിൾ ഇതാണ്. അപ്പോൾ ഇതിലേതാണ് ഗ്രേറ്റർ, എക്സ് ഒ ബി, ഇത് എക്സ് ഒ വൈ, ഇത് എക്സ് ഒ വൈ, ഇത് എ ഒ ബി, ഇതിലേതാണ് ഗ്രേറ്റർ? ഏതാണ് ഗ്രേറ്റർ? കൂടുതൽ വൈഡായിട്ടുള്ളത് ഏതാണ്? എക്സ് ഒ വൈ ആണ് കൂടുതൽ വൈഡായിട്ടുള്ളത് അല്ലേ, എ ഒ ബിയെക്കാട്ടിൽ വൈഡായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ആംഗിൾ എക്സ് ഒ വൈ ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ എ ഒ ബി. എന്തുകൊണ്ടാണ്? ബിക്കോസ് ആംഗിൾ എക്സ് ഒ വൈ ഓപ്പൺ വൈഡർ ദാൻ ആംഗിൾ എ ഒ ബി. മനസ്സിലായല്ലോ? അപ്പം നമ്മുടെ പേജ് നമ്പർ 23 ഫിഗർ ഇറ്റ് ഔട്ടും മൊത്തം കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.